നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കണ്ടൻസ് അതിലുണ്ട്. ഈ കണ്ടൻസ് നമുക്ക് ഭാവിയിലും ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ നമുക്കിത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മെയിലിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിനെ PDF-ലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. നമുക്ക് വേണ്ട ഒരു സൈറ്റിലേക്ക് കയറുക. ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുക. ഓക്കെ, ഇതാ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റ് ഏത് വേണമെങ്കിലും ഏത് കണ്ടൻറ്റാണ് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ സൈറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണാം. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഷെയർ എന്ന ബട്ടൺ കാണാം. ഷെയർ എന്ന ബട്ടണിൽ നമ്മളിതിൽ ലാസ്റ്റിൽ അടിയിലായിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ പ്രിൻ്റ് എന്ന ഓപ്ഷൻ കാണാം. ആ പ്രിൻറ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേജ് ഇവിടെ PDF ആയിട്ട് വന്ന് കിടക്കുന്നത് കാണാം. ഇനി നമ്മളിതെങ്ങനെ സേവ് ചെയ്യും? ആ മുകളിൽ ഗ്രീൻ കളർ PDF എന്ന് കാണും. അതിലൊന്ന് ടാപ്പ് ചെയ്തു ശേഷം നമുക്ക് എവിടെയാണോ സേവ് ചെയ്ത് വെക്കേണ്ടത്, ഏതെങ്കിലും ഫോൾഡറിലാണ് സേവ് ചെയ്ത് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് കാണുന്ന സേവ് എന്ന ബട്ടൺ കൊടുത്താൽ സംഭവം കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഇത് എവിടെ പോയിട്ട് സേവ് ആയി കിടക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യാം. ശേഷം ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡൗൺലോഡ്സ് ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കത് ഏറ്റവും മുകളിലായിട്ട് തന്നെ കാണാം. നമ്മളിപ്പോൾ PDF ആക്കി മാറ്റിയ ആ വെബ്സൈറ്റിനെ കണ്ടില്ലേ. ഇനി ഇത് ഇവിടുന്ന് എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് മെയിലിലോ എവിടെ വെച്ചാൽ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു സൗകര്യമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വിടുക. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.